കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, 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 Hare Rama, Hare Rama, Rama Rama, 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 Hare Hare. नमामि चंद्रवदनां चंद्रां चंद्रसहोदरीं चतुर्भुजां चंद्ररूपां इंदिरां शीतलां
आपादजननी पुष्टिं शिवां शिवकरीं सदीं ದರ್ಶನದ ಭಗವತಿ ಕ್ಷೇತ್ರ ಸನ್ನಿಧಿಯಲ್ಲಿ ಪುನರ್ಗತಿಸಿದ್ದೆಲ್ಲ ದರ್ಶನ ನೈನಸಾರ ಮತ್ತು ಲಾರಂಭಗೊಂಡ ಶಿವನ ಅಭಿವೃದ್ಧಿಯಾಗಿದ್ದ ಸಂಪದ ಸ್ವಾಮಿ ರೋಮಾನಂದ ಜಿ ಮಹಾರಾಜ್ ಮತ್ತು ദക്ഷിണാഭിദ്വാരത്തിൻ്റെ ലക്ഷ്യമാക്കിക്കൊണ്ട് വാഹനത്തിന് തൊട്ടുപിറകിലായി പാത്രീഭൂതനാകൂ ഒരിലയായാലും പുഷ്പമായാലും ഭാഗവത തത്വസമീക്ഷ സത്രവേദിയിലേക്കുള്ള പവിത്രമായ നൈമശാരണ്യ ഭവനിലേക്കുള്ള ശ്രീമദ് ഭാഗവത ഗ്രന്ഥവും ധർമ്മഗ്രന്ഥവും ശ്രീകൃഷ്ണവിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് വാഹനത്തിന് തൊട്ടുപോകിലായി വാദ്യഘോഷങ്ങളുടെയും രാമചന്ദ്രത്തിൻ്റെയും
പവിത്രമായ ദക്ഷിണ നൈമിഷാരണ്യ ഭൂമിയിൽ ഉയർത്തുവാനുള്ള ധർമ്മധ്വജവും പ്രതിഷ്ഠിച്ച് പൂജിക്കുവാനുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദിവ്യ വിഗ്രഹവും ശ്രീമദ് ഭാഗവത ഗ്രന്ഥവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് വാഹനത്തിന് തൊട്ടുപിറകിലായി സംപൂജ്യ സന്യാസ ശ്രേഷ്ഠരുടെയും നാമസങ്കീർത്തനത്തിന്റെയും വാദ്യഘോഷത്തിന്റെയും അകമ്പടിയോടുകൂടി കടന്നു വരുന്നത്. വാഗമോദു ഭഗവത് അനുഗ്രഹത്തിന് പാത്രീഭൂതരാകൂ.
ആദരണീയനായ സംപൂജ്യ പുരുഷോത്തമ തീർത്ഥജി മഹാരാജും പരമപൂജ്യ ഭൂമാനന്ദ തീർത്ഥജി മഹാരാജും സംയുക്തമായി സമാരംഭിച്ച് ശ്രീമദ് ഭാഗവത പാരമഹംസ സംഹിതയിൽ ഊന്നി നിന്നുകൊണ്ട് ചില പുരാതനമായ ആർഷഭാരത സംസ്കൃതിയുടെ പരമോന്നത തത്വമൂല്യ സിദ്ധാന്തങ്ങളെയും അവയുടെ പ്രായോഗിക രീതിവിധാനങ്ങളെയും കുറിച്ച് സമഗ്രമായി ചർച്ച ചെയ്യുകയും വിളംബരം ചെയ്യുകയും ചെയ്യുന്ന ഈ ജ്ഞാന മഹോത്സവത്തിന്റെ 21ാമത് ആവിഷ്കാരം അല്പസമയത്തിനകം ഈ സഭാനികേതനിൽ ആരംഭിക്കുന്നു. പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാം അന്യാംശ്ച ഹസ്തചരണശ്രവണത്വദാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം യോऽन्तः പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വദാദീൻ പ്രാണാൻ നമോ ആ ദൃഷ്ടി, ആ കാഴ്ചപ്പാട് നിലനിന്ന് പോകുന്നതിന് വേണ്ടി നാളിതുവരെ തത്വസമീക്ഷാ സത്ര സമിതിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുകയും ആ പന്ഥാവിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോട് തന്നെ അനുബന്ധിച്ചുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. തത്വസമീക്ഷാ സത്രത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ അതോട് കൂടി ചേർന്ന് വിദ്യാർത്ഥികൾക്കായി വിഷ്ണു സഹസ്രനാമ ജപയജ്ഞം നടത്തുന്ന ഒരു രീതി ഇടയ്ക്ക് ഒരു വർഷത്തിൽ നാം തുടങ്ങി അത് തടവില്ലാതെ നടന്നു പോവുകയും ചെയ്തിരുന്നു. ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിൽ ശ്രോതാക്കളായി തത്വകുതികളായി ഇവിടെ എത്തുന്ന ഏവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു പ്രക്രിയ ആരാധനയിൽ അധിഷ്ഠിതമായി 4 കൈയും കയ്യിൽ വിവിധ ദ്രവ്യങ്ങളും ഏന്തുന്ന ഒരു ദേവനെ നിങ്ങൾ ആരാധിക്കൂ, നിങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകും എന്ന നിർദ്ദേശം കൊടുക്കാനല്ല. നേരെ മറിച്ച് വളരെ ചടുലമായ രീതിയിൽ അക്ഷരമാലയിലെ മൃദുവും ഘോഷവുമായ എല്ലാ അക്ഷരങ്ങളും ഇടകലർന്നു വരുന്ന ഒരു ശ്ലോകസന്ധ്യയിൽ നിഷ്കർഷിച്ചിട്ടുള്ള വേഗതയിൽ ഉച്ചരിക്കുമ്പോൾ ആദ്യമായി തന്നെ അത് ഭാഷ വേണ്ടതുപോലെ പറഞ്ഞ് കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവ് നൽകുന്നു എന്നുള്ളത് അതിൻ്റെ സവിശേഷതയാണ്. അതിനപ്പുറം അത് അവരുടെ മനസ്സിനെയും ബുദ്ധിയെയും അതുപോലെ അവരുടെ ഇച്ഛാശക്തിയെയും ഒരുപോലെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. തുടർച്ചയായി അനുഷ്ഠിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹത്തിൽ വന്നു ചേർന്നിട്ടുള്ള ലഹരി, അതുപോലെ വീഡിയോ ഗെയിം എന്നുള്ള സ്വാധീനങ്ങളിൽ പെട്ടുപോകാതെ ഒരു ആത്മവിശ്വാസത്തോടെ അവനവൻ്റെ വ്യക്തിത്വത്തോട് അഭിമാന ബോധത്തോടെ നിലനിൽക്കാൻ വരും തലമുറയെ സഹായിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നടത്തുന്നത്. 21ാമത് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കുറിക്കുന്ന ഈ സുവർണ നിമിഷത്തിൽ സഭാനിവേദന്റെയും ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിന്റെയും ഉദ്ഘാടന കർമ്മം ഭദ്രദീപം പ്രകാശിപ്പിച്ച് നിർവഹിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്ത
സംപൂജ്യ സ്വാമി തത്വമയാനന്ദജി മഹാരാജനെ ഉദ്ഘാടന ഭാഷണത്തിനായി പ്രണാമപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ നൈമിഷാരണ്യം എന്ന പേര് ഭാഗവത തത്വ സമീക്ഷ സത്രത്തിനും അതുപോലെ പ്രഭാഷണ പരിപാടികൾക്കും വേണ്ടി ഒരു സ്ഥിരം വേദി കേരളത്തിൽ നിർമ്മിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ആവശ്യമാണ്. ഏതായാലും ഒരു സമൂഹത്തിന് പലത് വേണം, പക്ഷെ ഓക്സിജൻ കൂടാതെ ഒരു സമൂഹത്തിന് നിലനിർത്താൻ കഴിയുകയില്ല. ആധ്യാത്മികമായ ഓക്സിജനാണ് വാസ്തവത്തിൽ ഈ ഭാഗവതം. ഭാഗവതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, അത് നമ്മെ എപ്രകാരം ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നതോടുകൂടി എപ്രകാരം മരിക്കണം എന്നുകൂടി പഠിപ്പിക്കുന്ന ഒരു തത്വശാസ്ത്രമാണ് ഈ ഭാഗവതം. എന്നൊരു തുടക്കത്തിൽ നമുക്കറിയാം, പരീക്ഷിത് മഹാരാജാവിനെ വെറും 7 ദിവസം മാത്രമേ ഇനി ജീവിതം ബാക്കിയുള്ളൂ എന്നൊരവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിനെ ശപിച്ച ഋഷികുമാരനെയോ അതുപോലെ ആ ഋഷികുമാരന്റെ പിതാവായ ശമീക ഋഷിയെയോ ഒരുപക്ഷെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷിക്കാമായിരുന്നു. പക്ഷേ ഈ ഒരു ശാപം ഒരു അനുഗ്രഹമായെടുത്ത് ആ ശാപത്തിലൂടെ ആത്യന്തികമായ മുക്തി നേടുവാനുള്ള ഒരു വഴി തുറക്കുകയാണ് വാസ്തവത്തിൽ പരീക്ഷിത് ചെയ്തത്. കഥയുടെ പശ്ചാത്തലം തന്നെ അങ്ങനെയാണ്. അത് പൃച്ഛാമി സംസിദ്ധിം യോഗിനാം പരമം ഗുരും പുരുഷസേകയത് കാര്യം മ്രിയമാണസ്യ സർവഥ എന്നുള്ള ഒരു ചോദ്യം അത് പരീക്ഷിച്ച് സുഖബ്രഹ്മർഷിയോട് ചോദിക്കുന്നതാണ്. യസോദവ്യം അതോ ജാപ്യം യകർത്തവ്യം ദവിപ്രഭു സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹി യദ്വാ വിപര്യം. 2 ചോദ്യങ്ങളാണ്. ഒന്ന്, എപ്രകാരം ജീവിക്കണമെന്നും മരിക്കണമെന്നും ഒരു ചോദ്യം. മറ്റൊന്ന്, ഈ ആധ്യാത്മികമായ അല്ലെങ്കിൽ ബുദ്ധിപരമായ ജീവിതത്തോടുകൂടി എപ്രകാരം എന്ത് ചെയ്യാൻ പാടില്ല, ആധ്യാത്മികമായ ജീവിതത്തിന് എന്ത് ആവശ്യമാണ്, അതുപോലെ എന്ത് പാടില്ല, ബ്രൂഹിയത്വാ വിപര്യം എന്നുള്ള 2 ചോദ്യങ്ങളാണ് വാസ്തവത്തിൽ ഭാഗവതത്തിലെ കഥാഘടന. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും, ഭാഗവതം ഒരു മനുഷ്യനെ എപ്രകാരം പൂർണ്ണ ജീവിതം നയിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒന്നാണ്. അതായത് നമുക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള എല്ലാ സാമ്പത്തികമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ അല്ലെങ്കിൽ ഭൗതികപരമായ എല്ലാം കിട്ടിക്കഴിഞ്ഞാലും ശരി, നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ഒരു വാക്വം, ഒരു ശൂന്യത അനുഭവപ്പെടും. ഈ ശൂന്യത അനുഭവപ്പെടുന്നത് ഒരു തരത്തിൽ നോക്കുമ്പോൾ ഉയർന്ന പരിണാമ തലത്തിൽ എത്തിയ ആൾക്ക് ആണെന്നാണ് പതഞ്ജലി മഹർഷി പറയുന്നത്. അതിന്റെ പരിണാമ ദുഃഖം പരിണാമ താപസംസ്കാര ദുഃഖൈഹി ഗുണവിശേഷാച്ച ദുഃഖമേവ സർവം വിവേകിനഃ എന്ന് പതഞ്ജലിയുടെ ഒരു സൂത്രമുണ്ട്. സാധന പാദത്തിലെ 15ാമത്തെ സൂത്രമായിട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ദുഃഖിക്കാൻ കഴിയണം, നാം ഒരു ഉയർന്ന ആശയത്തിന് വേണ്ടി ദുഃഖിക്കാൻ കഴിയണം. ദുഃഖം എന്നതിന് വാസ്തവത്തിൽ പതഞ്ജലി കൊടുക്കുന്ന അർത്ഥം, അല്ലെങ്കിൽ ഭാഷ്യങ്ങളിലെ തത്വവൈശാരദിയിലും യോഗഭാഷ വാർത്തകത്തിലും കൊടുക്കുന്ന അർത്ഥം, അത് ഒരു അപരിപൂർണത എന്ന അർത്ഥമാണ്. അല്ലാണ്ട് ദുഃഖം എന്ന് പറഞ്ഞാൽ നാം ഇംഗ്ലീഷ് പറയുന്ന ഗ്രീഫ്, സോറോ, ഇതല്ല ഇവിടുത്തെ ദുഃഖം. പരിണാമ ദുഃഖം എന്ന് പറഞ്ഞാൽ നമ്മെ മറ്റൊരു ഉയർന്ന തലത്തിലേക്ക് പരിണമിക്കുന്നതിന് സഹായകമായ ഒരു സെൻസ് ഓഫ് ഇൻകംപ്ലീറ്റ്നെസ് വിത്തിൻ. നമ്മുടെ ഉള്ളിൽ തന്നെ എവിടെയോ ഒരു പോരായ്മ ഉണ്ട് എന്ന സത്യം മനസ്സിലാക്കുന്ന അവസ്ഥയാണ് പരിണാമ ദുഃഖം എന്നാണ് ഈ യോഗഭാഷ, അതുപോലെ പ്രത്യേകിച്ച് ശങ്കരാചാര്യരുടെ ഭാഷ്യ വിവരണം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. നമുക്ക് മനുഷ്യൻ എത്രയോ ജന്മങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ എത്രയോ ജന്മങ്ങളിലൂടെ നേടുന്ന പുണ്യ പാപങ്ങൾക്കനുസരിച്ച് നമ്മൾ നല്ല ജന്മം സ്വീകരിക്കുന്നു, അതുപോലെ താഴ്ന്ന ജന്മവും സ്വീകരിക്കുന്നു. വിവേകാനന്ദ സ്വാമിജി പറയും, നല്ല കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് ദേവനോളം ഉയരാൻ സാധിക്കും.
അതുപോലെ തിന്മ നിറഞ്ഞ കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് മൃഗത്തിനേക്കാളും താഴാനും സാധിക്കും. അപ്പം നല്ല കർമ്മങ്ങൾ ചെയ്യാനാണ് ഭാഗവതം പോലുള്ള പുരാണങ്ങളൊക്കെ പറയുന്നത്. ശ്രീരാമകൃഷ്ണദേവനും നിരന്തരം ഭക്തിയെക്കുറിച്ച് തന്നെയാണ് ശ്രീരാമകൃഷ്ണ വചനാമത്തിൽ പറയുന്നത്. ഭക്തിയിലൂടെ മറ്റുള്ള യുഗങ്ങളിലൊക്കെ നമുക്ക് കഠിന സാധനകൾ ചെയ്താൽ മാത്രമേ ഈശ്വര ദർശനം നേടാൻ സാധിക്കൂ. പക്ഷെ ഈ കലിയുഗത്തിൽ നാമ ജപത്തിലൂടെ നമ്മുടെ മനസ്സിനെ പരിശുദ്ധീകരിക്കാൻ സാധിക്കും. പരിശുദ്ധമായ മനസ്സിൽ നമുക്ക് വെളിച്ചം കാണാൻ സാധിക്കും. കാരണം മനസ്സെന്ന് പറയുന്നത് പൊടി പിടിച്ചൊരു കണ്ണാടി മാതിരിയാണ്. എത്രയോ കാലം പൊടി പിടിച്ചൊരു കണ്ണാടിയിൽ നമ്മൾ പ്രതിബിംബം തെളിയില്ല. പൊടി നല്ല തുണി കൊണ്ട് തുടച്ച് കളഞ്ഞാൽ എങ്ങനെയാണോ പ്രതിബിംബം തെളിയുന്നത്, അതുപോലെ നാമജപത്തിലൂടെ ഈ അരയാൻ വിത്ത് ചെറിയ, വളരെ കടുകുമണിയിലെ ചെറിയ വിത്താണ്. അത് ഭൂമിയിൽ വീണ് അതിന് വെള്ളവും വായുവും ഒക്കെ കെട്ടി അത് വലിയൊരു വളവൃക്ഷമായി തീരുന്ന മാതിരി ഈശ്വരനാമം ജപിക്കുന്തോറും നമ്മുടെ മനസ്സ് പരിശുദ്ധീകരിക്കപ്പെടുന്നു. മനസ്സിന്റെ പരിശുദ്ധി നമ്മുടെ സംസ്കാരങ്ങൾ എത്രയോ ജന്മങ്ങളിലൂടെ ആർജിച്ച സംസ്കാരമാണ്. ബുദ്ധൻ തന്നെ ഈ 7 വർഷം കഠിന സാധന ചെയ്ത് അവസാനം അരയാച്ചൂട്ടിൽ വെച്ച് അദ്ദേഹത്തിന് ബോധോദയം നിർവ്വാണം കിട്ടിയപ്പോൾ ഒരു തിരശ്ശീല കാണുന്ന മാതിരി അദ്ദേഹത്തിന് 500 ജന്മങ്ങൾ കാണാൻ സാധിച്ചു എന്നാണ് ബുദ്ധന്റെ കഥകൾ പറയുന്നത്. ഇപ്പം ഭാഗവതമൊക്കെ പറയുന്നത് എത്രയോ ജന്മങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്.